അപ്പോൾ ഇനി നമുക്കിനി ഓരോന്നിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്, കീഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്പൊസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ, അതായത് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. അതായത് നമ്മളുടെ റൈറ്റിലുള്ള 32 ബിറ്റ്സ്, ഈ 32 ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷനിലോട്ട് കൊടുത്തിട്ട് 48 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 48 ബിറ്റാക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കീയുമായിട്ട് എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതിനുശേഷം എന്ത് ചെയ്യും, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകൾ എന്ന് പറയുന്നത് ആക്ച്വലി 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളുണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു 48 ബിറ്റ് ഡേറ്റയെ 48 ബിറ്റിനെ 32 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 32 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ പെർമ്യൂട്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അത് വീണ്ടും പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യുമ്പം 32 ബിറ്റായിട്ട് കിട്ടും. 32 ബിറ്റ്, ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് 32 ബിറ്റ് തന്നെയാണ്. ദെൻ അതിനെ പെർമ്യൂട്ടേഷനിലേക്ക് കൊടുക്കും. അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32 ബിറ്റ്. ഇതാണ് നമ്മളുടെ ഒരു DESൻ്റെ സിംഗിൾ റൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഹാഫ് എടുക്കും, റൈറ്റ് ഹാഫ് എടുക്കുന്നു, അതിനെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നു, ദെൻ അവിടെ എക്സോർ ചെയ്യുന്നു, എന്തുമായിട്ട്, കീയുമായിട്ട് 48 ബിറ്റ് കീയുമായിട്ട് എക്സോർ ചെയ്യുന്നുണ്ട്. അതിനെ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകൾ എന്ന് പറയുന്നത് 8 ബോക്സുകളുണ്ട്. ആ 8 ബോക്സുകളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് ആയിരിക്കും. അതിനെ ഒരു പെർമ്യൂട്ടേഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 32 ബിറ്റ് ആയിട്ട് തന്നെ കിട്ടും. സോ ഇതാണ് ഒരു സിംഗിൾ റൗണ്ട് ഓഫ് DS അൽഗോരിതമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ? അതായത് എക്സ്പാൻഷനിലൂടെ 32 ബിറ്റ് ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് 48 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നത്, അതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നടക്കുന്നു? അതായത് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നമുക്ക് 32 ബിറ്റേ ഉള്ളല്ലോ. സോ 32 ബിറ്റിന് ഞാൻ 1 2 3 4 അപ് ടു 32 വരെ മാർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഇതാണ് നമ്മളുടെ ഒറിജിനൽ 32 ബിറ്റ്. റൈറ്റ് ഹാൻഡ് പാർട്ടിൽ വരുന്ന 32 ബിറ്റാണ് 1 2 3 4 5 6 7 8 9 10 11 12 അപ് ടു 32 വരെ. ഇനി ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ 48 ആക്കി മാറ്റുന്നത്? അപ്പോൾ 48 എന്ന് പറയുമ്പോൾ 32 ബിറ്റിനെ 48 ആക്കി മാറ്റണം അല്ലേ. സോ അതിനായിട്ട് നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ ഈ ലാസ്റ്റ് കോളത്തിൽ വരുന്ന ഡേറ്റ 4 8 12 16 20 24 28 32. സോ ഈ ഡേറ്റയെ ഈ ഓർഡറിൽ ആദ്യം എടുക്കും. 4 8 12 16 20 24 28. ദെൻ ലാസ്റ്റ് ഡേറ്റ 32നെ ആദ്യം കൊടുക്കും. അതായത് ഈ ലാസ്റ്റ് കോളത്തിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് ഈ കോളത്തിൽ എന്ത് ബിറ്റാണോ വരുന്നത് ആ ബിറ്റുകളെ തന്നെയാണ്, ആ 8 ബിറ്റുകളെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 4 8 ഫോർത്ത് ബിറ്റിലുള്ള രണ്ടാമതായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്നത് ലാസ്റ്റ് കിടക്കുന്ന 32 ബിറ്റിനെ ആയിരിക്കും ആദ്യം കൊടുക്കുക. ദെൻ 4th ബിറ്റ് 8th ബിറ്റ് 12th ബിറ്റ് 16 20 24 28 ബിറ്റിനെ അടുത്ത ആ കോളത്തിൽ ബാക്കി ഭാഗമായിട്ട് ഫില്ല് ചെയ്യും. ഇനി ഇപ്പം എത്രയായി? അപ്പോൾ 32 + 8 എന്ന് പറയുന്നത് 40 ആയി. ഇനി ഒരു 8 ബിറ്റ് കൂടി വേണം. ആ ഒരു 8 ബിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കോളായിരിക്കും. സോ 1 5 9 13 17 21 25. സോ അതിൽ ആദ്യത്തേത് ഒഴിച്ച് 5 4 5 9 13 17 21 25 29. അതിനുശേഷം ഫസ്റ്റ് ബിറ്റിന് നമ്മൾ ലാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുക. സോ ഇതാണ് നമ്മളുടെ ഒറിജിനലി ഉണ്ടായിരുന്ന 32 ബിറ്റിനെ 48 ബിറ്റാക്കി കൺവേർട്ട് ചെയ്ത ഈ ഒരു പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒറിജിനലി 32 ബിറ്റ് ഉണ്ടായിരുന്ന ബിറ്റ് പൊസിഷൻ തന്നെ അതിനെ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ 48 ബിറ്റാക്കി എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. അതിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എക്സ്പാൻഷൻ റൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഉണ്ടായിരുന്ന 32 ബിറ്റിനെ 48 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യും. സോ അതിനായിട്ട് ഉപയോഗിക്കുന്നത് 32 ബിറ്റിൽ ഈ ലാസ്റ്റ് കോളത്തിനെയും ഫസ്റ്റ് കോളത്തിനെയും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ലാസ്റ്റ് കോളത്തിൻ്റെ അതുപോലെ 4 8 12 ലാസ്റ്റ് ഇരിക്കുന്ന വാല്യൂവിനെ ആദ്യം കൊടുത്തിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ ആ ഓർഡറിൽ തന്നെ നമ്മൾ താഴേക്കായിട്ട് എഴുതും. 4 8 12 16 20 24 28 ലാസ്റ്റുള്ള 32നെ ആദ്യം കൊടുക്കും. ദെൻ അടുത്ത് എന്ന് വെച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് കോളത്തിലുള്ളതിന് ആദ്യമുള്ളതിന് ഏറ്റവും അവസാനമായിട്ട് കൊടുക്കുക, ബാക്കിയുള്ളതിന് എല്ലാവരെയും
ഓർഡറിൽ ആ ഓർഡറിൽ തന്നെ കൊടുക്കും. സോ ഇതാണ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. സോ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് എത്ര ബിറ്റ് കിട്ടും? 32 ബിറ്റിനെ 48 ബിറ്റാക്കി കൺവേർട്ട് ചെയ്തു. സോ ഈ 48 ബിറ്റിനെ നിങ്ങൾ 48 ബിറ്റ് കീയുമായിട്ട് എക്സോർ ഓപ്പറേഷൻ ചെയ്യുന്നു. അതിൽ നമുക്കിപ്പം വേറെ അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് 48 ബിറ്റ് ഡേറ്റയെ 48 ബിറ്റുമായിട്ട് എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 48 ബിറ്റുള്ള ഡേറ്റ തന്നെയായിരിക്കും. ദെൻ ഈ 48 ബിറ്റുള്ള ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് 32 ബിറ്റ് ഡേറ്റയായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് കടത്തിവിടുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. സോ അതെങ്ങനെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോസസ്സ് എങ്ങനെ നടക്കും എന്നുള്ളതാണ്. സോ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ S1 തൊട്ട് S8 വരെയുള്ള 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകൾ കാണാം. അപ്പോൾ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 8 എണ്ണം ഉണ്ട്. നമുക്കുള്ള ഡേറ്റ എന്ന് പറയുന്നത് 48 ബിറ്റാണ്. ഈ 48 ബിറ്റിൽ ഓരോ 6 ബിറ്റ് വീതം ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പോൾ 6 × 8 എന്ന് പറയുന്നത് 48 കിട്ടും അല്ലേ? സോ ആദ്യത്തെ S1ലേക്ക് ഞാൻ എന്ത് കൊടുത്തു? 1 2 3 4 5 6 6 ബിറ്റിന് ഇവിടെ കൊടുത്തു. അടുത്ത 6 ബിറ്റിന് S2ൽ കൊടുത്തു. അടുത്ത 6 ബിറ്റിന് S3ൽ കൊടുത്തു. അങ്ങനെ ആ 48 ബിറ്റുകളെ ഈ 8 എസ് ബോക്സസിലായിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എസ് ബോക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ച്വലി 4 ബിറ്റ് വീതമേ ഉള്ളൂ. 4 ബിറ്റ് വീതമാണ് എസ് ബോക്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ 4 × 8 എന്ന് പറയുന്നത് 32 വരും. സോ അതാണ് നമ്മളുടെ 32 ബിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുക? അതായത് ഇവിടെ വരുന്ന ഡേറ്റ, ഇവിടെ വരുന്ന ഈ 6 ബിറ്റിനെ 4 ബിറ്റാക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? ഓക്കെ, അതാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത്. സപ്പോസ് ഇവിടെ വന്ന 6 ബിറ്റ് എന്ന് പറയുന്നത് 101010 എന്നാണെന്ന് വിചാരിക്കുക. അതായത് ആദ്യത്തെ 6 ബിറ്റിനെ നമ്മൾ S1ലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് എനിക്ക് എടുക്കുന്ന വാല്യൂ, ഈ ഒരു വാല്യൂ എങ്ങനെ ആ വാല്യൂയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ആകെ 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് ആണ് ഉള്ളത്. അതിൽ 6 ബിറ്റുള്ള ഡേറ്റയെ 4 ബിറ്റുള്ള ഡേറ്റയിലേക്ക് മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസ് ബോക്സസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഓരോ എക്സ് ബോക്സസ് എന്ന് പറയുന്നത് 4 ബിറ്റുള്ള ബോക്സുകളായിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 48 നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വലി 48 ബിറ്റുള്ള ഡേറ്റയാണ് അല്ലേ? സോ ഈ 48 ബിറ്റുള്ള ഡേറ്റയിൽ നിന്നും, അതായത് ബിറ്റ് പൊസിഷൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ അതിലേക്ക് കൊടുക്കുന്ന 4 ബിറ്റ് വാല്യൂസ് ആണ് അതിലേക്ക് കൊടുക്കുന്നത് അല്ലേ? 4 ബിറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? 0001 0000 0001 10 അങ്ങനെ 4 വണ്ണുകൾ വരുന്നത് വരെ. ദെൻ നമുക്കുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് 6 ബിറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 6 ബിറ്റ് അതായത് 4 ബിറ്റ് വീതമുള്ള റോസും 2 ബിറ്റ് വീതമുള്ള കോളംസും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് 0 തൊട്ട് 15 വരെ ആയിരിക്കും പോവുക. അതായത് 0 തൊട്ട് 15 വരെ ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂസ് വരിക. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ 6 ബിറ്റ് ഡേറ്റയെ 4 ബിറ്റ് ഡേറ്റയിലേക്ക് മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിനായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒറിജിനൽ ഡേറ്റ നോക്കുക. ആ ഡേറ്റ, അതായത് ഇതിലെ ഈ ഇൻഫർമേഷൻ നമ്മളുടെ റോയും കോളവുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ആദ്യത്തെ ഡേറ്റയും ആദ്യത്തെ ബിറ്റും ലാസ്റ്റ് ബിറ്റും നമ്മൾ റോയ്ക്കായിട്ട് ചൂസ് ചെയ്യും. അതായത് ആദ്യത്തെ ബിറ്റും ലാസ്റ്റ് ബിറ്റും കൂടെ വരുമ്പോൾ എന്താണ്? 10 എന്ന് പറയുന്നതാണ് റോ. ഇനി കോളം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള 4 ബിറ്റുകൾ 0101. സോ 0101 കോളവും 10 എന്ന് പറയുന്ന റോയും. സോ അതാണ് ഇവിടെ പറയുന്നത്. നമ്മളിതിലെ ഔട്ടർ ബിറ്റുകൾ, അതായത് ഫസ്റ്റ് ബിറ്റും 6th ബിറ്റും അതിനെ റോ ബിറ്റ്സ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഒരു റോ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇന്നർ ബിറ്റുകൾ 2 മുതൽ 5 വരെയുള്ള ബിറ്റുകളെ നമ്മൾ കോളം ബിറ്റ്സ് ആയിട്ടാണ് എടുക്കുന്നത്. സോ കോളം ബിറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 32 ബിറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് 8 ലോഡ്സ് വരും 4 ബിറ്റുകളുടെ. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇത് ഇപ്പം ഞാൻ കൊടുത്ത ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഇതായിരുന്നു. 6 ബിറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന ഡേറ്റയാണ്.
അതായത് 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 1 1 0 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1010 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 01110 ആയിരിക്കും. നമുക്ക് മറ്റൊരു ഇൻപുട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് 1 0 0 0 1 1 ആണെന്ന് വിചാരിക്കുക. അപ്പം 2 4 6 ബിറ്റായില്ലേ. സോ എൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് 10100011 എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ കോളം റോ ബിറ്റായിട്ട് വരുന്ന എന്താണ്, ആദ്യത്തെ ബിറ്റും ഫസ്റ്റ് ബിറ്റും 6th ബിറ്റുമാണ് കോളമായിട്ട് എടുക്കേണ്ടുള്ളത്. ദാറ്റ് മീൻസ് 11 എന്നുള്ളതാണ് എൻ്റെ കോളം. ഇനി റോയുടെ വാല്യൂ എങ്ങനെയാണ്, 11 എന്ന് പറയുന്നതാണ് എൻ്റെ റോ. ഇനി കോളം വാല്യൂ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്ന, 2 മുതൽ 5 വരെയുള്ള 2 3 4 5 വരെയുള്ള ബിറ്റുകളെ നിങ്ങൾ കോളമായിട്ട് എടുക്കുക. ദാറ്റ് ഈസ് കോളം എന്ന് പറയുന്നത് 0001. സോ ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഞാൻ അവിടെ കൊടുക്കേണ്ടുള്ളത്. ഓക്കെ. സോ അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 12 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ. അപ്പോൾ 11 അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 110. 12ന് കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് 1100. അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിലേക്ക് ഇതാണ് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എങ്കിൽ 1000111 ആണ് വരുന്നത്. അതായത് എൻ്റെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിലേക്ക് 1000111 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 111100 ആയിരിക്കും. സോ ഈ രീതിയിലാണ് എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സസ് എന്ന് പറയുന്നത് 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ S1 തൊട്ട് S8 വരെയുള്ള 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകൾ കാണാം. ആ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൊന്നും നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിൻ്റെ ഈ ഒരു ഫിഗറിനെ കുറിച്ചിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത നമ്മുടെ പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം കിട്ടിയ 32 ബിറ്റിനെ വീണ്ടും ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്. പെർമ്യൂട്ടേഷനിൽ എപ്പോഴും റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുക. അതായത് 32 ബിറ്റിനെ വീണ്ടും ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇവിടെ 1 2 then 3 4 5 6 അങ്ങനെ, അതായത് അവിടെ കിട്ടുന്ന ഫസ്റ്റ് ബിറ്റിനെ ഈ ഒരു സെക്കൻഡ് റോയിലേക്ക്, അതായത് 8ന് ശേഷം 9ാമതായിട്ടാണ് കൊടുക്കുക. ഓക്കെ, 9ാമതായിട്ട് കൊടുക്കുന്നു. ദെൻ അടുത്ത രണ്ടാമത്തെ ബിറ്റിനെ, ഒറിജിനൽ രണ്ടാമത്തെ ബിറ്റിനെ 17ാമതായിട്ട് കൊടുക്കുന്നു. അങ്ങനെ 17ാമത്തെ ബിറ്റായിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് നമ്മളുടെ പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഫംഗ്ഷനകത്ത്, അതായത് ഒരു ഫംഗ്ഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതെന്ന് പറയുന്ന ഒന്നും കൂടി ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ നമ്മളുടെ റൈറ്റ് ഹാഫിനെ ഒരു എക്സ്പാൻഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കും. എക്സ്പാൻഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്, എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നത് 32 ബിറ്റിനെ 48 ബിറ്റാക്കി മാറ്റും. ദെൻ ഈ 48 ബിറ്റിനെ നിങ്ങളുടെ 48 ബിറ്റ് കീയുമായിട്ട് XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളിലേക്ക് കൊടുക്കും. അത് 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളുണ്ട്. അത് 6 ബിറ്റുള്ള ഡേറ്റയെ 4 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യും. സോ 8 into 4 എന്ന് പറയുമ്പോൾ 32 ബിറ്റായിട്ട് കിട്ടും. ഇനി അതിനെയാണ് നമ്മളൊരു പെർമ്യൂട്ടേഷൻ ബോക്സുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പെർമ്യൂട്ടേഷനിൽ റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് അഗെയിൻ ഒരു 32 ബിറ്റായിട്ട് തന്നെയായിരിക്കും കിട്ടുക.